സ്ത്രീകൾക്കാണോ പുരുഷനാണോ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടുണ്ടാവുക? എനിക്കൊന്നും ഇതുപോലെ സെക്ഷൽ ഹറാസ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് തന്നെയാണ്. ബട്ട് സ്ത്രീകൾക്ക് അതിൻ്റേതായിട്ടുള്ള എളുപ്പമുണ്ട്. യാത്ര ചെയ്യുമ്പോൾ സ്ത്രീ എന്നുള്ള പരിഗണന വളരെ സംഭവമാണ്. ബട്ട് ഒരു പുരുഷനായിട്ട് പോകുമ്പോൾ എപ്പോഴും അവർ കാണുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുമ്പോൾ അത് ആണുങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ ഇത് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പുരുഷന്മാർക്ക് പാടാണ്. വിവാഹത്തിലെ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, വ്യത്യസ്തമായിട്ടുള്ളത്. അതെ, എനിക്കൊന്ന് ഉള്ളതിൽ കേരളത്തിൽ വൺ ഓഫ് കൺട്രി അത് നല്ല വലിയ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം തുർക്കി അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലൊക്കെ വലിയ വെഡ്ഡിങ് സെലിബ്രേഷൻസ് തന്നെയാണ്. അതേസമയം യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വെസ്റ്റേൺ രാഷ്ട്രങ്ങളിലൊക്കെ പോകുമ്പോൾ വളരെ എന്താ പറയുക, സിംപ്ലിഫൈഡ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പം നമ്മളെന്ന് പറയുമ്പോൾ ഒരു വെഡ്ഡിങ്ങിന് തന്നെ ഡ്രസ്സ് എടുക്കുന്നത് 3-4 ജോഡിയാണ്. അവരെന്ന് പറയുമ്പോൾ പഴയതിനെ എന്താ പറയുക, പുതുക്കിപ്പണിതൊക്കെ ആയിരിക്കും. കല്യാണ പെണ്ണ് ചെറുക്കൻ മാത്രമായിരിക്കും ചിലപ്പോൾ ഡ്രസ്സ് എടുക്കുന്നത്. ചിലപ്പോൾ അത് തന്നെ പഴയതായിരിക്കും. ഇപ്പം നമ്മുടെ കേരള കൾച്ചറാണല്ലോ, കേരള കൾച്ചർ പോലെ ഇതുപോലെയൊക്കെ എനിക്ക് ഇഷ്ടമാണ് പല ദിവസങ്ങളിൽ. ബട്ട് അത് ഒരു പരിധിയിൽ നോക്കുമ്പോൾ അത് ആഡംബരവുമാണ്, നമുക്ക് താങ്ങാൻ പറ്റാത്തതുമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളുണ്ടായിരുന്നു. കാണുന്നവരെ അപ്പ അമ്മ അല്ലെങ്കിൽ കാണുന്നവരെ ഫാമിലി ആക്കുന്ന രീതി, അല്ലെങ്കിൽ അധികം വിവാഹങ്ങളിലൊന്നും താല്പര്യമില്ല. വിവാഹമൊന്നുമല്ല, ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് താല്പര്യമില്ല, ഒരു പോളിഗമസ്. ഇവിടെ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഒരു മോണോഗമസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു ഹാപ്പി മൊമെന്റ്. പെട്ടെന്ന് ഓർത്തപ്പോൾ എനിക്ക് ഹാപ്പി തോന്നിയത് ആമസോൺ ഭാഗത്ത് അങ്ങനെ അപകടമൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ ചങ്ങാടത്തിലൊക്കെ ഒഴുക്കിൽപ്പെട്ട് അവരങ്ങ് പോയി. കാട്ടിൽ നിന്ന് ഒരു ടീം വന്ന് അവരെ മോട്ടോർ ബോട്ടിൽ രക്ഷിച്ച് എൻ്റെ അടുത്ത് വരുന്നു. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ട് കാട്ടിൽ കയറി തിരിച്ച് പുഴയുടെ അടുത്ത് വന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിനെ കാണുമ്പോൾ ഞാൻ ഹാപ്പിയോടെ കെട്ടിപ്പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്. നമ്മുടെ ഡിസ്കവറി ചാനലിൻ്റെ നേക്കഡ് ആൻഡ് അഫ്രൈഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അതിൽ അവർ വിളിച്ചായിരുന്നു. അപ്പോൾ അത് 10 ദിവസത്തെ ഫിലിപ്പീൻസ് ജംഗലിൽ വെച്ചായിരുന്നു അവരുടെ ഷൂട്ട്. അതിൽ പോലും ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കളഞ്ഞത് പാമ്പിനെ കാരണം. അല്ലെങ്കിൽ ഇതൊക്കെ എന്താ പറയുക, വലിയ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണല്ലോ. ഇത്രയും വലിയ ഡേഞ്ചറസ് അഡ്വഞ്ചർ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഇത്, അതും ഡിസ്കവറിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ബട്ട് അർജന്റീന വരുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അർജന്റീന എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ബ്രസീൽ വൺ ഓഫ് ദ എക്കണോമി വൈസ് ബ്രസീലും അർജന്റീനയും ബെസ്റ്റ് തന്നെയാണ്. ബ്രസീൽ സ്ലൈറ്റ്ലി കൂടുതലാണ്. പിന്നെ ഇന്ന് തന്നെ രാവിലെ ഞാൻ ChatGPT നോക്കുമായിരുന്നു, പെർമിറ്റ്സ് കിട്ടാൻ വല്ല വഴിയുണ്ടോ, കൂടുതൽ ഡീറ്റെയിൽസ്. എനിക്ക് രാമേശ്വരം തൊട്ട് ശ്രീലങ്ക വരെ അത് 30 കിലോമീറ്ററിൻ്റെ അകത്തേ ഉള്ളൂ. കയാക്ക് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ശ്രീലങ്കയിലോട്ട് പോകണം. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കയാക്കിങ് അല്ലെങ്കിൽ ചെറിയ മോട്ടോർ ബോട്ട് വഴി യാത്ര ചെയ്യണം. ഫ്രീ ലേഡി വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, ട്രാവൽ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ ചില വീടുകളിൽ ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് ഒട്ടും സുരക്ഷയില്ലാത്ത അവസ്ഥയും നമ്മൾ വ്ളോഗിലൂടെ കാണാറുണ്ട്. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ സ്ത്രീകൾക്കാണോ പുരുഷനാണോ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ബുദ്ധിമുട്ടുണ്ടാവുക ചില വീടുകളിൽ താമസിക്കാൻ? എനിക്കൊന്നും ഇതുപോലെ സെക്ഷൽ ഹറാസ്മെൻ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് തന്നെയാണ്. ബട്ട് സ്ത്രീകൾക്ക് അതിൻ്റേതായിട്ടുള്ള എളുപ്പമുണ്ട്. യാത്ര ചെയ്യുമ്പോൾ സ്ത്രീ എന്നുള്ള പരിഗണന വളരെ സംഭവമാണ്. അതായത് ഒരു സ്ഥലത്ത് സ്ത്രീ ആയിട്ട് പോകുമ്പോഴും ഒരാണായിട്ട് പോകുമ്പോഴും അവർ കാണുന്ന വെവ്വേറെ ചിന്തയിലാണ്. ഒന്ന് അഫ്കോഴ്സ് പല ആളുകളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ച് അവരെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ബട്ട് അതേസമയം തന്നെ ഒരു ഫാമിലിയിലൊക്കെ എത്തിപ്പെടുമ്പോൾ, ഒരു സ്ത്രീ എത്തിപ്പെടുമ്പോൾ അവർക്ക് സ്ത്രീയാണ്, ഡേഞ്ചറസ് അല്ല, ഇവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഇവരെ നമുക്ക് വിളിച്ചാലും പ്രശ്നമല്ല. ബട്ട് ഒരു പുരുഷനായിട്ട് പോകുമ്പോൾ എപ്പോഴും അവർ കാണുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുമ്പോൾ അത് ആണുങ്ങൾ ചെയ്തു വെച്ചതിൻ്റെ ഇത് തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ പുരുഷന്മാർക്ക് പാടാണ്. ബട്ട് കൂടുതൽ പ്രശ്നം ഇതുപോലുള്ള ട്രോമകളോ പെട്ടെന്ന് വലിയ സഡൻ ട്രോമകളൊക്കെ കിട്ടാൻ സ്ത്രീകൾക്ക് തന്നെയാണ് സാധ്യത. കാരണം ഇതുപോലുള്ള അറ്റാക്കുകളൊക്കെ ഉള്ളതുകൊണ്ട്. 9 വർഷത്തെ ഒരു ട്രാവലാണല്ലോ. 9 വർഷത്തിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് മാറ്റങ്ങൾ സ്വയം മാറിയിട്ടുണ്ടാവും, കോൺസെപ്റ്റ് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിൽ വന്നൊരു മാറ്റം എന്തൊക്കെയാണെന്ന് പറയണം. ഓക്കെ, ഫാമിലി എനിക്ക് തോന്നുന്നു അച്ഛനമ്മ അല്ലെങ്കിൽ ഒരു ഭാര്യ മക്കള്, ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സംസ്കാരം. അപ്പോൾ മുമ്പെന്ന് പറയുമ്പോൾ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളുണ്ടായിരുന്നു. കാണുന്നവരെ അപ്പ അമ്മ അല്ലെങ്കിൽ കാണുന്നവരെ ഫാമിലി ആക്കുന്ന രീതി, അല്ലെങ്കിൽ അധികം വിവാഹങ്ങളിലൊന്നും താല്പര്യമില്ല. വിവാഹമൊന്നുമല്ല, ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് താല്പര്യമില്ല, ഒരു പോളിഗമസ്. ഇവിടെ ഇപ്പോഴെന്ന് പറയുമ്പോൾ ഒരു മോണോഗമസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൽ തന്നെയാണ് താല്പര്യം. അതെ. ഓക്കെ, വെഡ്ഡിങ് ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ കേരള കൾച്ചറാണല്ലോ, കേരള കൾച്ചർ പോലെ ഇതുപോലെയൊക്കെ എനിക്ക് ഇഷ്ടമാണ് പല ദിവസങ്ങളിൽ.
ബട്ട് അത് ഒരു പരിധിയിൽ നോക്കുമ്പോൾ അത് ആഡംബരവുമാണ്, നമുക്ക് താങ്ങാൻ പറ്റാത്തതുമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പോൾ പൈസ ഉള്ളവനാവാം, പൈസ ഉള്ളവൻ ഇപ്പോൾ എന്ത് വേണോ മകൾക്ക് ഗിഫ്റ്റ് ചെയ്യട്ടെ, ഇത്ര വേണമെങ്കിൽ കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇത്ര സ്ഥലങ്ങളിലൊക്കെ വെച്ച് ഇത്ര ആളുകളെ ഗ്രാൻഡായിട്ട് വിളിച്ചിട്ട് അത്രയും പൈസ ചിലവാക്കി ഒരു വെഡ്ഡിങ് നടത്തട്ടെ. ബട്ട് പൈസ ഇല്ലാത്തവർ അത്രയും ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് തോന്നുന്നത്. അപ്പം വെഡ്ഡിങ് എന്ന് പറയുമ്പം എങ്ങനെയും ആവാം. അപ്പോൾ വെഡ്ഡിങ് എനിക്ക് ആഗ്രഹം ഇതാണ്, ബട്ട് അത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് പോലെ ആയിരിക്കും എങ്ങനെ വേണോ എന്ന് ചെയ്യുന്നത്. മറ്റു രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തപ്പോൾ വിവാഹത്തിൽ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, വ്യത്യസ്തമായിട്ടുള്ളത്. അതെ, എനിക്കൊന്ന് ഉള്ളതിൽ കേരളത്തിൽ വൺ ഓഫ് ദ കൺട്രി അത് നല്ല വലിയ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പം തുർക്കി അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലൊക്കെ വലിയ വെഡ്ഡിങ് സെലിബ്രേഷൻസ് തന്നെയാണ്. അതേസമയം യൂറോപ്യൻ രാഷ്ട്രങ്ങളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വെസ്റ്റേൺ രാഷ്ട്രങ്ങളിലൊക്കെ പോകുമ്പോൾ വളരെ എന്താ പറയുക, സിംപ്ലിഫൈഡ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പം നമ്മളെന്ന് പറയുമ്പോൾ ഒരു വെഡ്ഡിങ്ങിന് തന്നെ ഡ്രസ്സ് എടുക്കുന്നത് 3-4 ജോഡിയാണ്. അവരെന്ന് പറയുമ്പോൾ പഴയതിനെ എന്താ പറയാ പുതുക്കിപ്പണിതൊക്കെ ആയിരിക്കും. കല്യാണ പെണ്ണ് ചെറുക്കൻ മാത്രമായിരിക്കും ചിലപ്പോൾ ഡ്രസ്സ് എടുക്കുന്നത്, ചിലപ്പോൾ അത് തന്നെ പഴയതായിരിക്കാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പം അത് പൈസ ഉണ്ടെങ്കിൽ നല്ലതാണ്, പൈസ ഇല്ലാത്തവൻ ചെയ്യണ്ട, അത്രേ ഉള്ളൂ. അതെ. സൊസൈറ്റി ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇതാവാനാണ് ആഗ്രഹിക്കുന്നത്. സൊസൈറ്റി ഒരു പാശ്ചാത്യ സൊസൈറ്റി എനിക്ക് വലിയ താല്പര്യമില്ല. അതായത് തൊട്ടയൽപക്കാരനെ അറിഞ്ഞുകൂടാ, നമ്മൾ എന്താ പറയുക, മൗനം പാലിച്ച് ജീവിക്കുന്നത് വലിയ താല്പര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പോലെ അപ്പുറത്തുള്ള ആളുകളെ അറിയാം, അപ്പുറത്ത് വളരെ സ്വാതന്ത്ര്യത്തോടെ കയറി പോവുകയും ചെയ്യാം. ബട്ട് അതേസമയം നമ്മൾ ഒരു പരിധി വരെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപഴകാതിരിക്കും. പിന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറിയിട്ട് അത് കുറ്റം പറഞ്ഞ് ഇത് കുറ്റം പറഞ്ഞ് ആ ഒരു ഗോസിപ്പ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കാതിരിക്കുക. അപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ പാശ്ചാത്യരെ പോലെ ജീവിക്കുകയും വേണ്ട, പക്ഷേ അതേസമയം പാശ്ചാത്യർ കാത്തു സൂക്ഷിക്കുന്ന കുറച്ച് ഇത്, അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടില്ല. അപ്പം അതുപോലെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ബാലൻസ്ഡ് സൊസൈറ്റി, എല്ലാം നടുക്ക്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഞാൻ മെയിനായിട്ട് കണ്ടത് ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ്. അതായത് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ലൈഫ് ഉള്ളതുകൊണ്ട് ആരും ബോറടിക്കുകയില്ല, എപ്പോഴും ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ട്. അപ്പം അത് വൺ ഓഫ് ദ ഒരു പോസിറ്റീവ് ഇതാണ്. ഹെൽത്ത് നല്ലതുപോലെ ഭക്ഷണം കഴിച്ച് നല്ലതുപോലെ കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. ഹെൽത്താണ് നമ്പർ 1 ആയിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. ബട്ട് ഈ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ പല സ്ഥലത്ത് കറക്റ്റ് ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ എനിക്ക് അതിൽ വലിയ ഇത് കിട്ടുന്നില്ല. ബട്ട് ഹെൽത്ത് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹം. ഇപ്പോൾ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാവുന്നത് രാവിലെ ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി, പുട്ട്, ദോശ ഇതൊക്കെയാണ് നമ്മൾ മലയാളികൾ കഴിക്കുന്ന ആഹാരം. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ ഓട്സ്, സ്മൂത്തി, ഈ ഇംഗ്ലീഷ് കൾച്ചർ അനുസരിച്ച് അധികം ആർഭാടമായിട്ട് കഴിക്കേണ്ട കുറച്ച് ഫ്രൂട്ട്സ്, നട്ട്സ് കാര്യങ്ങൾ കഴിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പം ഇത്രയധികം രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തുകൊണ്ട് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഏതാണ് ശരി? എനിക്ക് തോന്നുന്നു എല്ലായിടത്തും അതിൻ്റേതായിട്ടുള്ള ശരിയുണ്ട്. കാരണം പലയിടത്തെയും ഭക്ഷണ സംസ്കാരങ്ങൾ വന്നത് അവിടുത്തെ ജോഗ്രഫിക്കലായിട്ടുള്ള എന്ത് അവൈലബിലിറ്റിയാണ് ഉള്ളത്, അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പം നമുക്ക് നട്ട്സേ ഡെയിലി കഴിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ നമുക്ക് പറ്റില്ല. ആ പ്രോട്ടീൻ തന്നെ വേണമെന്ന് പറഞ്ഞാൽ. കാരണം ഇപ്പോൾ നട്ട്സ് നമ്മുടെ നാട്ടിൽ എക്സ്പെൻസീവ് ആണ്. അതേസമയം ഇപ്പോൾ നമ്മൾ ഒരു സെൻട്രൽ ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ ഇപ്പം അവിടെ വാൾനട്ടൊക്കെ വളരെ കോമൺ ആയിട്ട് കിട്ടുന്ന, ഇറാനിലാണെങ്കിൽ പിസ്ത വളരെ കോമൺ ആയിട്ട് കിട്ടും. അപ്പം ഇതെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഭക്ഷണ സംസ്കാരം വന്നത് ഓരോ രാജ്യത്തിൻ്റെ ഒരു രീതി വെച്ചിട്ടാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ചെറിയ രീതിയിൽ മാറ്റാം. നമ്മുടെ നാട്ടിൽ അധികം കാർബ്സ് കൂടുതൽ കഴിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതൽ ഫൈബേഴ്സോ അല്ലെങ്കിൽ കൂടുതൽ പ്രോട്ടീൻസോ. സ്ട്രീം ഫുഡ് നല്ലത് തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, കേരളത്തിൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ചില രാജ്യങ്ങളിൽ നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴും ചില വെസ്റ്റേൺ രാഷ്ട്രങ്ങളിൽ കഴിക്കുന്നത് അവർ ഒരു ബ്രെഡ് അതിൽ ടോസ്റ്റ് ചെയ്തിട്ട് അതിൽ വല്ല ജാമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേസ്റ്റ് ചെയ്തിട്ടാണ് അവർ കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ഇത് തന്നെയാണ്, അതിൽ കൂടുതൽ പ്രോട്ടീനോ അല്ലെങ്കിൽ ഫൈബറൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഈ മലയാളികൾ എവിടെ പോയാലും കുറച്ച് ദിവസം അവിടുത്തെ ഫുഡ് കഴിച്ചാൽ നമ്മുടെ ചോറ് കഴിക്കാൻ നമുക്കൊരു ടെൻഡൻസി വരുന്നത് പറയാറുണ്ട്. ചോറ് കിട്ടാത്ത സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ഇല്ല, എനിക്കിപ്പോൾ ഞാൻ ഇപ്പോൾ പൊതുവേ കുറച്ച് 10 ദിവസത്തിന് പോയി യാത്ര ചെയ്ത് വരുന്നവരെ പോലെയല്ല. ഞാൻ പൊതുവേ അവിടെ യാത്ര ചെയ്യുന്നത് തന്നെ അവിടുത്തെ സംസ്കാരമായിട്ട് ലയിക്കാനാണ്. ഇപ്പോൾ പൊതുവെ എനിക്ക് ചോറ് കഴിക്കണമെന്നൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമല്ലാത്ത സാധനം ചോറാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. ചപ്പാത്തി പിന്നെയും കഴിക്കും. ചപ്പാത്തി എനിക്ക് വൺ ഓഫ് ദ ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ സ്റ്റേപ്പിൾ ഫുഡ് ചോറാണെങ്കിലും ചോറിനോട് വലിയ ഇഷ്ടമില്ലാത്ത ആളുകൾ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ മടുക്കില്ല. ചോറ് കിട്ടിയില്ല എന്ന് പറഞ്ഞുള്ള ഒരു ഇതൊന്നുമില്ല. എവിടെയാണോ പോകുന്നത് അവിടുത്തെ ഫുഡുമായിട്ട് അങ്ങ് പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു കൂട്ടത്തിലാണ്. അത് ശരിക്കും ഭാഗ്യം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇത്രയും ട്രാവൽ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ്?
മലയാളി ആയതുകൊണ്ടല്ല, ഞാനിപ്പം ചിലപ്പം ഇന്ത്യയിൽ നിന്ന് പുറത്ത് വന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. എനിക്ക് പുട്ടും മീൻകറിയും. പുട്ടും മീൻകറിയാണ് എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ്. അതായത് തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയും പുട്ടും. പുറത്തൊരു രാജ്യത്തെ ഒരു ഫുഡ് ഉസ്ബെക് പുലാവ് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഫുഡാണ്. ബട്ട് ഭയങ്കര ഓയിലിയാണ്, ബട്ട് സ്റ്റിൽ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഫുഡാണ്. നൈറ്റ് ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ഒരു രാജ്യം? എനിക്ക് തോന്നുന്നു നൈറ്റ് ലൈഫിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങൾ, ഇപ്പം വിയറ്റ്നാം, തായ്ലൻഡ് ഒക്കെ നല്ല നൈറ്റ് ലൈഫുള്ള രാഷ്ട്രങ്ങളാണ്. അല്ലെങ്കിൽ ചില യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രങ്ങൾ, പോട്ടെ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ, എല്ലായിടത്തും അത്യാവശ്യം നൈറ്റ് ലൈഫ് ഉണ്ട്. അതില്ലാത്തത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഉണ്ട്, ഇന്ത്യയിൽ കേരളത്തിൽ വളരെ കുറവാണ്. എനിക്കൊന്ന് ഉത്തരേന്ത്യൻ, ഇപ്പം ഡൽഹിയിലോ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ പല സ്ഥലങ്ങളിൽ പോയാലും നൈറ്റ് ലൈഫ് അത്യാവശ്യമുണ്ട്. ബട്ട് ഉള്ളതിൽ കുറവ് കേരളത്തിലാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട നൈറ്റ് ലൈഫ് എനിക്കൊന്ന് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലെ നൈറ്റ് ലൈഫ് എനിക്ക് ഇഷ്ടമാണ്. അവരുടെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ലോകത്തെല്ലായിടത്തും ഒരു ടൈപ്പ് തന്നെയാണ്. അതായത് പോകുന്നു, മദ്യം കുടിക്കുന്നു, അതൊക്കെ തന്നെയാണ്. ഭക്ഷണത്തിന്റെ നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ കോഴിക്കോട് കാണുന്ന പോലത്തെ നൈറ്റ് ലൈഫ് വളരെ കുറവാണ്. അത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങളിലെ നൈറ്റ് ലൈഫ്, മാർക്കറ്റുകൾ, അതെനിക്ക് ഇഷ്ടമാണ്. ബട്ട് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്ലബ്ബിൽ പോകുന്നു, അവർ ഡാൻസ് കളിക്കുന്നു, മദ്യം കുടിക്കുന്നു. എനിക്ക് മദ്യം ഒട്ടും ഇഷ്ടമല്ല, ബട്ട് സ്റ്റിൽ എന്നിരുന്നാലും അത് കാണാൻ ഒരു ഭയങ്കര രസമാണ്. അവരുടെ ഡാൻസിങ് കൾച്ചർ, അവരുടെ രീതികൾ, പിന്നെ ലാറ്റിൻ അമേരിക്കൻ നൈറ്റ് ലൈഫുകളൊക്കെ നല്ല രസമാണ്. പിന്നെ ഭക്ഷണത്തിന്റെ രീതിയിൽ, ആ ഒരു രീതിയിലൊക്കെ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ രണ്ടും ഉണ്ട്. ഇപ്പോൾ ക്ലബ്ബുകളും അതുപോലുള്ളതും ഉണ്ട്. പിന്നെ കൂടുതൽ നമുക്ക് ഈ ഭക്ഷണങ്ങൾ, അതുപോലുള്ള നൈറ്റ് ലൈഫുകൾ. അതെ, ഇത് നമുക്ക് ശീലമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ബ്രേക്ക് ചെയ്യേണ്ട സിറ്റുവേഷനും കൂടെ വരാറുണ്ടോ? ഇപ്പം കുടിക്കില്ല എന്ന് പറയുന്നു, ചില രാജ്യങ്ങളിൽ പോകുമ്പോൾ നിർബന്ധിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. നിർബന്ധിക്കും, കുടിക്കണോ കുടിക്കണ്ടേ എന്ന് പറയുന്ന തീരുമാനിക്കണത് നിങ്ങളാണല്ലോ. അപ്പോൾ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പറയും ഒരു കുപ്പി വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഒരു കോള കുടിക്കും. അതിനപ്പുറമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടാത്തത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം പല ആളുകളും നിർബന്ധിക്കാറുണ്ട്. ഇപ്പൊ ചൈനയിലൊക്കെ പോയാൽ സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ ഒരു ഒഫൻസീവ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഒഫൻസീവ് എന്നല്ല, അത് അവരുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ക്ലബ്ബുകളിലൊക്കെ പല രാജ്യങ്ങളിലും സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഫാമിലീസൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ അത് അവരുടെ ഇതാണ്. ബട്ട് അവർക്ക് നിർബന്ധിച്ച് എത്രത്തോളം നിർബന്ധിക്കാൻ പറ്റും? നമ്മളൊരു നോ പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ. നമ്മുടെ ഒറ്റ നോ തന്നെ നമുക്ക് താല്പര്യമില്ല, റെസ്പെക്ട് ചെയ്യുന്ന ഒരു രാജ്യം ഉണ്ടോ പെട്ടെന്ന് തന്നെ? അത് കുറവാണ്. പൊതുവേ വെസ്റ്റേൺ ആളുകളൊക്കെ ഒരു പരിധി വരെ, പിന്നെ ഇതുപോലുള്ള നമ്മുടെ കൂടുതൽ വെൽക്കമിങ് ആയിട്ടുള്ള ചില രാജ്യത്തേ ഉള്ളൂ പ്രശ്നം. നമ്മൾ നോ പറയുമ്പോൾ ഉള്ള പ്രശ്നം. ഇന്ത്യയിൽ ഒരാൾ വന്ന് ഫുഡ് കൊടുക്കുമ്പോൾ വേണ്ടാന്ന് പറയുമ്പോൾ ഒരു ഇത് തോന്നില്ല. അപ്പോൾ അതിങ്ങനെയുള്ള രാഷ്ട്രങ്ങളിലേ ഉള്ളൂ പ്രശ്നം. ഇത്രയധികം ട്രാവൽ ചെയ്തിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രാജ്യം ഉണ്ടോ? പേടിച്ചു പോയത് അങ്ങനെ എനിക്ക് സഹേൽ റീജിയൻ കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ ടെററിസ്റ്റ് ഇൻഡെക്സിലും അല്ലാതെ തന്നെ എനിക്കൊന്ന് യാത്ര ചെയ്യുമ്പോഴും കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇപ്പം മാലി, നൈജർ എന്ന് പറയാൻ പറ്റില്ല, നൈജറൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. മാലിയിലെ കുറച്ച് യാത്ര എനിക്ക് ഡേഞ്ചറസ് ആയിട്ട് തോന്നി. ഇപ്പം യാത്രകൾ തോന്നുന്നത് എപ്പോഴും തോന്നാറുണ്ട്, ബട്ട് എല്ലായിടത്തും അതിൻ്റെതായിട്ടുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പം അഫ്ഗാനിസ്ഥാൻ ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് പറയുമ്പോഴും എനിക്ക് വലിയ ഡേഞ്ചറസ് ആയിട്ടൊന്നും തോന്നിയില്ല. ചില സിറ്റുവേഷനിൽ തോന്നിയിട്ടുണ്ട്, ബട്ട് പൊതുവെ നമ്മൾ വിചാരിക്കുന്ന അത്രയൊന്നും ഇല്ല. ബട്ട് മാലിയിൽ ചില സ്ഥലങ്ങളിലൊക്കെ എനിക്ക് ഡേഞ്ചറസ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ചില രാജ്യങ്ങളിൽ, ഇപ്പം ലാറ്റിൻ അമേരിക്കയിൽ തന്നെ ചില രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് വേറൊരു രീതിയിലാണ്. അവിടുത്തെ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഈ റോബറി, തെഫ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. ഇപ്പം ആഫ്രിക്കൻ പല രാഷ്ട്രങ്ങളിൽ പോകുമ്പോൾ, കെനിയയിലൊക്കെ റോബറി ഉണ്ടായപ്പോഴും, പിന്നെ അതിനുശേഷം പല രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാഷ്ട്രങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഡേഞ്ചറസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് പലതും പല ഇൻഡെക്സ് ആണ്. ഇപ്പം അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് ടെററിസ്റ്റ് ഇൻഡെക്സിൽ വരുമ്പോൾ, ആഫ്രിക്കയിലെ കെനിയ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയൊക്കെ വരുന്നത് ചിലപ്പോൾ അത് റോബറിയിലായിരിക്കും. അപ്പോൾ വ്യത്യാസമാണ് എല്ലായിടത്തും. ഈ റോബറി സംഭവിച്ച സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അത് എങ്ങനെയാ മാനേജ് ചെയ്തത്? ആ സമയത്ത് ചിലപ്പോൾ മാനേജ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവര് വന്നു, തോക്ക് നീട്ടി സാധനം എടുത്തോണ്ട് പോയി. മാനേജ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ അതിനുശേഷം മാനേജ് ചെയ്യാൻ പറ്റി, ആ സമയത്ത് ഒന്നും പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് പുതിയ അപ്ലൈ ചെയ്തു, പിന്നെ വേറെ പുതിയ ഫോൺ വാങ്ങിച്ചു, പിന്നീട് യാത്ര തുടർന്നു. അതെ. ഈ ഇനിയും ഒരിക്കലും അങ്ങോട്ട് ഒരു രാജ്യത്ത് പോകരുത് എന്ന് തീരുമാനിച്ച രാജ്യമുണ്ടോ? അങ്ങനെ ഇതുവരെ കേട്ടില്ല. എനിക്ക് ഉള്ളതിൽ ഇൻട്രസ്റ്റ് കുറവുള്ളത് എനിക്കൊന്ന് കെനിയാണെന്ന് തോന്നുന്നു. അല്ല, റോബറി നടന്നതുകൊണ്ട്. കാരണം ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും വാല്യൂ ചെയ്യുന്നത് ഹ്യൂമൻസിനെയാണ്. അപ്പം ഹ്യൂമൻസ് എന്നെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്ത രാജ്യങ്ങൾ എനിക്ക് കുറച്ച് ഡിസ്ലൈക്കാണ്. അങ്ങനെ ഇഷ്ടമില്ല എന്നല്ല, കുറച്ച് നമ്മൾ താല്പര്യക്കുറവായിട്ടുള്ള രാജ്യങ്ങളിൽ കണക്കാക്കാം.
അപ്പോൾ കെനിയയിൽ ഇങ്ങനെ വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു ചെറിയൊരു ഇഷ്ടക്കുറവ്, ആ ഒരു ഓർമ്മ വരും. ആ ഒരു ഓർമ്മ വരുമ്പോൾ. ബട്ട് സ്റ്റിൽ നല്ലൊരു രാജ്യമാണ്. രാജ്യമാണ്. അപ്പോൾ ചിലപ്പോൾ കെനിയയിൽ വന്ന് പോയിട്ട് ഇതൊന്നും നടക്കാത്ത പല ആളുകളുണ്ട്. പല ഇഷ്ടപ്പെട്ട ആ രാജ്യം വളരെ നല്ല ഇഷ്ടമായിട്ടുള്ള ആളുകളുണ്ട്. എനിക്ക് അപ്രതീക്ഷിതമായിട്ട് ആ രാജ്യത്ത് സംഭവിച്ചു, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി. അത്രയും. ഇതേപോലെ ഒരു ഹാപ്പി മൊമെന്റ് കിട്ടിയ ഇപ്പം ഇതൊരു നെഗറ്റീവ് തോട്ട് പോലെ ഏറ്റവും ഹാപ്പി മൊമെന്റ് ആയിട്ട് തോന്നിയ ഒരു ഇപ്പോഴും ഓർക്കണ രാജ്യം? പെട്ടെന്ന് ഓർത്തപ്പോൾ എനിക്ക് ഹാപ്പി തോന്നിയത്, ഞാൻ ആമസോൺ ഭാഗത്ത് ഇങ്ങനെ അപകടമൊക്കെ കഴിഞ്ഞ് എൻ്റെ കൂടെ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ അവർ ചങ്ങാടത്തിലൊക്കെ ഒഴുക്കിൽപ്പെട്ട് അവരങ്ങ് പോയി. അപ്പോൾ ഇത് കഴിഞ്ഞ് അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു വില്ലേജിൽ തന്നെ കാട്ടിൽ നിന്ന് ഒരു ടീം വന്ന് അവരെ മോട്ടോർ ബോട്ടിൽ രക്ഷിച്ച് എൻ്റെ അടുത്ത് വരുന്നു. അപ്പം ഞാൻ രക്ഷപ്പെട്ട് കാട്ടിൽ കയറി തിരിച്ച് പുഴയുടെ അടുത്ത് വന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിനെ കാണുമ്പോൾ ഞാൻ ഹാപ്പിയോടെ കെട്ടിപ്പിടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ്. ഇപ്പോൾ ആമസോൺ ഉൾക്കാട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിൽ അവിടെ അനാക്കോണ്ട ഉണ്ടോ എന്നാണ് എപ്പോഴും ചിന്ത വരിക. അനാക്കോണ്ടയെ കണ്ടായിരുന്നു? അനാക്കോണ്ടയെ കണ്ടു. അത് തിരുവനന്തപുരം സൂവിലാണ്, എപ്പോഴും അത് പണ്ട് കൊച്ചിലെ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് അനാക്കൊണ്ട ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലായാലും പരിസര പ്രദേശങ്ങളിൽ എല്ലായിടത്തും പാമ്പുണ്ടല്ലോ. അപ്പം നമ്മള് പാമ്പിനെ എപ്പോഴും കാണോ? ഡെയിലി കാണില്ലല്ലോ. അതുപോലെ അനാക്കൊണ്ടയും ഉള്ള സ്ഥലങ്ങൾ ധാരാളം ഉണ്ട്. അപ്പം നമുക്ക് ഡെയിലി കാണാൻ പറ്റില്ല. കാണാതിരിക്കുന്നത് നല്ലതാണ്, അത്രയും പ്രശ്നങ്ങൾ വരില്ലല്ലോ. പിന്നെ മാത്രമല്ല, ആമസോണിനെ എന്ന് പറയുമ്പോൾ 60% ഭാഗം ഇനിയും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ ധാരാളം ഇടങ്ങൾ അനാക്കൊണ്ട ഉള്ളതുകൊണ്ട് ഞാൻ ആകെ ഏകദേശം ആ കാട്ടിൽ 1 മാസത്തോളം ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഈ റാഫ്റ്റ് ട്രിപ്പ് 15 ദിവസമായിരുന്നു. അതിൽ 3-ാമത്തെ ദിവസം അപകടം വന്ന് മീനായി. അപ്പം അതിലൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ എപ്പോഴും കാണാൻ പറ്റുമെന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ബട്ട് ചിലപ്പോൾ ഇതുള്ള സ്ഥലങ്ങൾ മാത്രം ഉണ്ടായിരിക്കാം, അത് ധാരാളം സ്പെസിഫിക് ആയിട്ടുള്ളത്. അപ്പം അങ്ങോട്ട് പോയതാനുമില്ല. എനിക്കൊന്നും മഹീനെ സംബന്ധിച്ചിട്ട് പാമ്പിന്റെ പേടികളുണ്ട്, ആ പരിസരത്ത് പോകാനും സാധ്യത ഉണ്ടാവില്ല. അല്ല, നമ്മൾ പാമ്പിനെ പേടിയെന്ന് പറഞ്ഞ് പോവാതിരിക്കാൻ പറ്റില്ല. കാരണം പാമ്പ് എല്ലായിടത്തും ഉണ്ട്. ഏത് ഭാഗത്തായാലും അവിടെ കാട്ടിൽ പാമ്പുണ്ട്. അപ്പോൾ പിന്നെ ഈ 2 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, പിന്നെ വെള്ളത്തിൽ കൂടെ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് വലിയ പേടിയില്ല. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവില്ലേ? അങ്ങനെ പാമ്പിനെ കാണണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നും ഇല്ല ആക്ച്വലി. കാരണം എന്നാൽ ഞാൻ നമ്മുടെ ഡിസ്കവറി ചാനലിന്റെ നേക്കഡ് ആൻഡ് അഫ്രൈഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, അതിൽ അവർ വിളിച്ചായിരുന്നു. അപ്പൊ അത് 10 ദിവസത്തെ ഫിലിപ്പീൻസ് ജംഗിളിൽ വെച്ചായിരുന്നു അവരുടെ ഷൂട്ട്. അതിൽ പോലും ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കളഞ്ഞത് പാമ്പിനെ കാരണം. അല്ലെങ്കിൽ ഇതൊക്കെ എന്താ പറയാ, വലിയ നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണല്ലോ. ഇത്രയും വലിയ ഡേഞ്ചറസ് അഡ്വഞ്ചർ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഇത്, അതും ഡിസ്കവറിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പാമ്പിനെ കാണണമെന്ന ആഗ്രഹത്തിൽ ഞാൻ ഒരിക്കലും യാത്ര ചെയ്യാറില്ല. കണ്ടില്ലെങ്കിൽ അത്രയും നല്ലത്. ബട്ട് അതേസമയം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ പേടിയൊക്കെ പോവും. അതായത് ഞാനിപ്പോൾ ഇങ്ങനെ അപകടം പറ്റി കാട്ടിലൊക്കെ ഓടിയ സമയത്ത് പാമ്പിനെ ഒന്നും ഞാൻ ആലോചിച്ചു പോലും ഇല്ല. ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു പാമ്പൊക്കെ ഇവിടെ കാണുന്നില്ല, അതൊന്നും നമുക്ക് തോന്നില്ല. അപ്പം നമ്മൾ ആ ഒരു സർവൈവൽ മോഡിലായിരിക്കും. ഒരു യാത്രിക എന്ന നിലയിൽ ഇനിയൊരു വലിയൊരു ആഗ്രഹം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ? വലുതൊന്നുമില്ല, എനിക്ക് കുറേ ഉണ്ട്. വലുതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ യമനിൽ പോകാനായിട്ട് കുറേ ഇങ്ങനെ MEAയുടെ ഒരു അപ്രൂവൽ കിട്ടാൻ വേണ്ടി ഇരിക്കുവാണ്. യമനിൽ പോകണമെന്ന് കുറേ നാളായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് ഇതുവരെ കിടന്ന് നടന്നില്ല. പിന്നെ ആമസോണിൽ തന്നെ എനിക്ക് 1 month എങ്കിലും മിനിമം കയാക്കിങ് അല്ലെങ്കിൽ റാഫ്റ്റിൽ തന്നെ പോകണം. 1 month മിനിമം. അപ്പം നെക്സ്റ്റ് പോകുമ്പോൾ കുറച്ചുകൂടെ കരുതൽ വയ്ക്കും. സോളാറും കുറച്ച് പറ്റുമെങ്കിൽ സ്റ്റാർലിങ്കൊക്കെ വാങ്ങിച്ച് ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ആരെങ്കിലും പ്രൂവെങ്കിലും ചെയ്യാമല്ലോ. നമുക്ക് അത് വന്നാൽ ആളുകൾ ഒന്നും പറഞ്ഞാൽ വിശ്വസിക്കട്ടെ. അപ്പോൾ പിന്നെ മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും പറ്റിയാലും ആളുകളെ അറിയിക്കാമല്ലോ. അപ്പോൾ ആമസോണിലൂടെ ഒന്ന് ഇത് ചെയ്യണം. പിന്നെ നമ്മുടെ കോങ്കോ റിവർ കിൻഷാസ ടു കിസംഗനി, അത് ബണ്ടിൽ ഓഫ് കുറേ ഫ്ലോട്ട് ചെയ്യുന്ന കുറേ തടികളൊക്കെ വെച്ചിട്ട് എപ്പം വേണോ മുങ്ങിപ്പോവാന്ന് പറയുന്ന ഒരിതാണ്. അത് ഒരു സൈഡ് 1 month, മറ്റേ സൈഡ് ഏകദേശം 15 days പുഴയുടെ ഒഴുക്ക് വെച്ചിട്ട്. അപ്പോൾ ഇതിൽ യാത്ര ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ എക്സ്പെഡീഷൻസ് ചെയ്യണം. പിന്നെ എനിക്ക് വലിയൊരാഗ്രഹം കേരളത്തിൽ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കയാക്കിങ് അല്ലെങ്കിൽ ചെറിയ മോട്ടോർ ബോട്ട് വഴി യാത്ര ചെയ്യണം. അപ്പം നമ്മുടെ വാട്ടർ ഹൈവേ എക്സിസ്റ്റിംഗ് ആണല്ലോ, പണ്ടുണ്ടല്ലോ. അപ്പം അതിലൂടെ ഒന്ന് യാത്ര ചെയ്യണം, ഒരു എക്സ്പെഡീഷൻ. പിന്നെ ഇപ്പം ഇന്ന് തന്നെ രാവിലെ ഞാൻ ChatGPT നോക്കുമായിരുന്നു, പെർമിറ്റ്സ് കിട്ടാൻ വല്ല വഴിയുണ്ടോ, കൂടുതൽ ഡീറ്റെയിൽസ്. എനിക്ക് രാമേശ്വരം തൊട്ട് ശ്രീലങ്ക വരെ അത് 30 കിലോമീറ്ററിൻ്റെ അകത്തേ ഉള്ളൂ. കയാക്ക് ചെയ്ത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ശ്രീലങ്കയിലോട്ട് പോകാം. ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ, ഇപ്പം മനുഷ്യവാസമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പം ഭക്ഷണം, വെള്ളം എന്ന് പറയുന്നത് നമ്മളൊന്ന് ക്യാരി ചെയ്യണമല്ലോ. അപ്പൊ എത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ശരിക്കും അത് ഉപയോഗിക്കുക? പൊതുവെ ഇങ്ങനെ ചെറിയ ബിസ്ക്കറ്റോ നട്ട്സോ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ക്രേവ് ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ്. കാരണം നമ്മളെപ്പോഴും സ്ട്രഗിൾ ചെയ്യുമ്പോൾ
പ്രോട്ടീൻ അനിവാര്യമാണ്, അങ്ങനത്തെ ഭക്ഷണങ്ങൾ വെക്കുന്നത് നല്ലതാണ്. ബട്ട് സ്റ്റിൽ വല്ല ഹെവി ഫുഡ് കഴിക്കാൻ പറ്റില്ല. ഹെവി ഫുഡ് കഴിക്കാതെ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ അത് വെച്ച് കൺസ്യൂം ചെയ്യാൻ പറ്റും നമുക്ക്. ആക്ച്വലി ഹെൽത്തി ആയിട്ടല്ലെങ്കിലും നമ്മുടെ മാനസികമായിട്ട് മെൻ്റലി നമുക്ക് അത് വെച്ച് കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നത് വന്ദേ ഭാരതിലാണ്. ആദ്യമായിട്ടാണ് വന്ദേ ഭാരത് യാത്ര ചെയ്യുന്നത്. സോ മറ്റു രാജ്യങ്ങളിലെ എല്ലാ ട്രെയിനിലും യാത്ര ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. സോ നമ്മുടെ വന്ദേ ഭാരത് നമ്മുടെ നാട്ടിൽ വന്നപ്പം ഇവിടുത്തെ വികസനവും മാറ്റവും ഒക്കെ കണ്ടപ്പോൾ എന്ത് തോന്നി? അങ്ങനെയല്ല, ഇന്ത്യയിൽ പണ്ടോതിലെ ഈ ലോക്കൽ ട്രെയിനിൽ കയറി അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ട്രെയിനിൽ കയറി വന്ദേ ഭാരത് കയറിയപ്പം നല്ലൊരു ട്രെയിൻ വന്നല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. പിന്നെ ഈ ചൈനയിൽ അല്ലെങ്കിൽ യൂറോപ്പിലോ അല്ലെങ്കിൽ പല രാഷ്ട്രങ്ങളിൽ പോയിട്ട് ഈവൻ മൊറോക്കോയിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ബ്രസീലിൽ തന്നെ പല ട്രെയിനുകളൊക്കെ കയറി അത്യാവശ്യം നല്ലതാണെന്ന് തോന്നിയിട്ടുള്ളതുകൊണ്ട് ഒരു വലിയ അമ്പരപ്പ് തോന്നിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇന്ത്യയിൽ വന്നത് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതെങ്കിലും ഉണ്ടല്ലോ നമുക്ക് എന്നുള്ള ഒരു ഇത്. ഇപ്പൊ ബ്രസീൽ അർജന്റീന എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട് രണ്ട് രാജ്യങ്ങൾക്കും. സോ രണ്ട് രാജ്യങ്ങളും ട്രാവൽ ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സത്യത്തിൽ എനിക്ക് ഇഷ്ടം മെസ്സിയാണ്. എൻ്റെ പ്രധാന കാരണം ഫുട്ബോൾ കളിക്കാൻ പുള്ളിയാണ് നല്ലതെന്ന് അറിയാന്നുള്ളതുകൊണ്ടൊന്നുമല്ല, നെയ്മറോ മെസ്സിയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ബട്ട് പണ്ട് മുതലേ ഉള്ള ഒരു സംഭവമാണ് മെസ്സി കൊച്ചിലെ മുതലേ കേട്ടു വളർന്ന. അതുകൊണ്ട് മെസ്സിയോട് ഒരു ഇഷ്ടം. അർജന്റീന മെസ്സിയുടെ ടീമായതുകൊണ്ട് അർജന്റീന എന്ന് പറയുന്ന രാജ്യം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. ബട്ട് അർജന്റീനയിൽ പോയപ്പോൾ എനിക്ക് അർജന്റീന വലിയ ഇഷ്ടമില്ലാതായി. കാരണം അർജന്റീന എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ അമേരിക്കൻസ് എന്ന് പറയുമ്പോൾ പൊതുവെ ഒരു സ്പാനിഷ് കൾച്ചറാണ്. അർജന്റീന എന്ന് പറയുമ്പോൾ കുറച്ച് വ്യത്യാസമാണ്. അവരുടെ വളരെ എന്താ പറയുക, നമ്മൾ പൊതുവെ ലാറ്റിൻ അമേരിക്കയിൽ കാണുന്ന ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള വംശജർ കുറവുള്ളതും മാത്രമല്ല ഒരു യൂറോപ്യൻ രീതിയിൽ വസിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യൂറോപ്യൻ രീതി എന്ന് പറയുമ്പം ബൈ ലുക്ക് മാത്രമല്ല, ഒരു സംസ്കാരത്തിലും വെൽക്കമിങ് രീതിയിലും അർജന്റീനൻസ് വളരെ ഒരു യൂറോപ്യൻസ് തന്നെയാണ്, ഒരു ടിപ്പിക്കൽ യൂറോപ്യൻസ് തന്നെയാണ്. അതേസമയം ബ്രസീൽ വരുമ്പോൾ ഒരു വാസ്റ്റ് മെജോറിറ്റി ഓഫ് ബ്രസീലാണ് വൺ ഓഫ് ദ രാജ്യം, അല്ലെങ്കിൽ സാവോപോളോ ആണ് വൺ ഓഫ് ദ ഡിഫറെൻറ്റ് എത്തിനിസിറ്റി ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ, ലുക്കുള്ള ഫ്യൂച്ചേഴ്സ് ഉള്ള ആളുകളെ കാണാനായിട്ട് സാധിക്കും, ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. അപ്പോൾ ബ്രസീലിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ, ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ളതാണ് അർജന്റീനിയൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ രണ്ടും നല്ല രാജ്യം തന്നെയാണ്. പിന്നെ ബ്രസീൽ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവാണ് ലീവ് ചെയ്യാനായിട്ട്. ബട്ട് അർജന്റീന വരുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അർജന്റീന എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ബ്രസീൽ വൺ ഓഫ് ദ എക്കണോമി വൈസ് ബ്രസീലും അർജന്റീനയും ബെസ്റ്റ് തന്നെയാണ്. ബട്ട് ബ്രസീൽ സ്ലൈറ്റ്ലി കൂടുതലാണ്. കാരണം ബ്രസീൽ ഇത്രയും വലിയ രാഷ്ട്രമല്ലേ, ആ രാജ്യത്തിനുള്ള ജോഗ്രഫിക്കൽ ജോഗ്രഫിക്കലായിട്ടും അത് വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ വേറെ വലിയ പോർഷൻ നോർമലായിട്ടുള്ള വേറെ മെറ്റ്ലാൻഡുകളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്രസീലിനോട് ഒരു ഇഷ്ടം കൂടി അർജന്റീനയും ബ്രസീലും കണ്ടതിന് ശേഷം. ഓക്കെ, സോ ഒരുപാട് കാര്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞു, ഇനി ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളും. സോ ഓരോന്നായിട്ട് ചെയ്യുക. ഇനിയും രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളും കൂടെ ട്രാവൽ ചെയ്യുകയാണ്. സത്യത്തിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളും ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആഗ്രഹം പോലെ ഇനിയും ട്രാവൽ ചെയ്യാൻ പറ്റട്ടെ, ആഗ്രഹം പോലെ ഓരോ കാര്യങ്ങൾ സാധിക്കാൻ പറ്റട്ടെ ഞാൻ വിഷ് ചെയ്യാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു, നന്ദി, നമസ്കാരം. എമ ജർമ്മനിയുടെ ഒരു പില്ലോ സ്നേഹസമ്മാനമായിട്ട് തരാൻ ആഗ്രഹിക്കുന്നു. നന്നായിട്ട് കിടന്നുറങ്ങിക്കോളാം. ക്ഷീണം യാത്രയിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ എന്തായാലും കൊണ്ടുപോകും കേട്ടോ. അതെ, താങ്ക് യു അമ്മ.